സോ ഇനി നമ്മൾ ഫ്രക്ടോസിൻ്റെ സൈക്ലിക് സ്ട്രക്ചറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രക്ടോസ് ആവുന്ന സമയത്ത് 6 carbon atoms and in the second position there is a keto group. So from this figure it is clear that in the second position it is given a keto group. Okay, this type of structure is called fructose. എന്താണ് ഫ്രക്ടോസ് സ്ട്രക്ചറാണ്, ഡി ഫ്രക്ടോസ് ആണ്. കാരണം ഈ ഒരു സ്ട്രക്ചർ എന്താണ് ഗ്ലിസറാൾഡിഹൈഡും ആയിട്ട് കറക്റ്റ് മാച്ചിങ് ആണ്, അതുകൊണ്ട് ഇത് ഡി ഫ്രക്ടോസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ ദിസ് ഈസ് എന്താണ് ഒരു കീറ്റോ കോമ്പൗണ്ടാണ്. കീറ്റോ കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ CO ഗ്രൂപ്പ് ആയിരിക്കും ഇതിലുണ്ടാവുന്നത് അല്ലേ. സോ ഈ CO ഗ്രൂപ്പും അതേപോലെ ഇതിലുള്ള OH ഗ്രൂപ്പും തമ്മിൽ എന്ത് ഫോം ചെയ്യും? ഒരു ഇൻട്രാമോളിക്യുലാർ hemiketal form ചെയ്യും. Okay, so in this structure the keto group on the second position and the OH group from the 5th position and they will combine and form a intramolecular intramolecular hemiketal structure is formed. Clear? സോ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വാങ്ങിയിട്ടുള്ള മഞ്ജുഷ ടെക്സ്റ്റിലാണെങ്കിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി തെറ്റാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു ആ ഫിഗറേ അല്ല ആക്ച്വലി, അത് അവർ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് വെച്ചിട്ടാണ് പഠിക്കേണ്ടത്. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഇൻട്രാമോളിക്യുലാർ ഹെമിക്കീറ്റൽ ഫോർമേഷനാണ് പറയുന്നത്. ഇവിടെ എടുത്തിട്ടുള്ള കാർബൺ എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷനിലുള്ള കാർബൺ ഇവിടെ എന്താണ് കീറ്റാൾ ആണല്ലോ, മീൻസ് കീറ്റോൺ ആണല്ലോ സെക്കൻഡ് പൊസിഷനിലിരിക്കുന്നത്. സോ അതുകൊണ്ട് ഇവിടെയുള്ള സെക്കൻഡ് പൊസിഷനിലുള്ളതും ദെൻ 5th പൊസിഷനിലുള്ള കാർബൺ ആറ്റത്തിലുള്ള OH തമ്മിലാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഇൻട്രാമോളിക്യുലാർ ഹെമിക്കീറ്റാൾ ഫോം ചെയ്യുന്നത്. സോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതേ സ്ട്രക്ചറാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ സെക്കൻഡ് പൊസിഷനിലുള്ള ഒരു കാർബൺ ആറ്റത്തിലുള്ള ഇലക്ട്രോൺ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ ഓക്സിജൻ്റെ അടുത്തേക്ക് വരും. ദെൻ ഇവിടെയുള്ള 5th കാർബണിലുള്ള OH ഗ്രൂപ്പിലുള്ള ഹൈഡ്രജൻ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു? ഈ ഒരു ഓക്സിജൻ്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഇവിടെ എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? ഈ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ സ്ട്രക്ചറിൻ്റെ അകത്ത് ദിസ് ഈസ് ദ 5th കാർബൺ. ഈ 5th കാർബണിലുള്ള OH എങ്ങോട്ട് മൂവ് ചെയ്തു? ഈ കാർബണിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്തു. ഓക്കെ, സോ റിമൈനിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫ്യൂറാനോ സ്ട്രക്ചറാണ്. ആ ഫ്യൂറാനോ സ്ട്രക്ചർ ഇങ്ങനെയാണ്. 5 മെമ്പേർഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് എന്ത്? ഫ്യൂറാനോ സ്ട്രക്ചർ. നമ്മൾ ഗ്ലൂക്കോസിൻ്റെ കേസിൽ പൈറാനോ സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെ ഈ ഫ്രക്ടോസിൻ്റെ കേസിലാണ് നമുക്ക് ഫ്യൂറാനോ സ്ട്രക്ചറാണ് കിട്ടുന്നത്. ഫ്യൂറാനോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 5 മെമ്പേർഡ് റിംഗ് ആണ്. അതിൽ ഒരെണ്ണം ഓക്സിജനും മറ്റേ 4 എന്താണ് കാർബൺ ആറ്റംസും ഉള്ള ഇങ്ങനെയുള്ളൊരു സ്ട്രക്ചർ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്യൂറാനോ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? സോ ഇപ്പോൾ നമ്മൾ ഇവിടെ വരച്ചിട്ടുള്ളത് ഫിഷർ പ്രൊജക്ഷൻ ഫോർമുലയാണ് ഇവിടെ. ഇനി ഇതിനെ നമ്മൾ ഹോറോത്ത് പ്രൊജക്ഷൻ ഫോർമുലയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഈ ഫ്യൂറാനോ സ്ട്രക്ചർ കിട്ടുന്നത്. ഹോറോത്ത് പ്രൊജക്ഷൻ ഫോർമുലയിൽ നേരത്തെ നമ്മൾ പൈറാനോസ് പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ഫ്യൂറാനോ സ്ട്രക്ചറാണ്. ഈ ഫ്യൂറാനോ സ്ട്രക്ചറിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. റൈറ്റ് സൈഡിലുള്ളതെല്ലാം നമ്മൾ ഡൗൺവേർഡായിട്ടും അപ്പ് സൈഡിലുള്ളത് നമ്മൾ എന്തായിട്ടാണ് എടുക്കുന്നത്? മീൻസ് ലെഫ്റ്റ് സൈഡിലുള്ളത് നമ്മൾ അപ്വേർഡായിട്ടാണ് എടുക്കുന്നത്. സോ ഈ ഒരു സ്ട്രക്ചറിനകത്ത് ഈ സൈഡിലുള്ളത് നോക്കൂ, ഈ സൈഡിലുള്ളത് നമുക്ക് ഇവിടെ ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഈ ഒരു സൈക്ലിക് റിങ്ങിൽ ഉൾപ്പെടുത്തുന്നില്ല. ഫസ്റ്റ് കാർബൺ ആറ്റത്തിലുള്ള CH2OH ഗ്രൂപ്പ് സൈക്ലിക് റിങ്ങിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. സെക്കൻഡ് കാർബൺ ആറ്റം മുതലാണ് ഇവിടെ ഉൾപ്പെടുത്തുന്നത്. ദിസ് ഈസ് ദ സെക്കൻഡ് കാർബൺ ആറ്റം. ഓക്കെ, ദിസ് സെക്കൻഡ് കാർബൺ ആറ്റം ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ദെൻ ഇപ്പോൾ സെക്കൻഡ് കാർബൺ ആറ്റത്തിലുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്.
ഇനി അതിൻ്റെ മുകളിലാണ് എന്ത് കിടക്കുന്നത്, CH2OH ഗ്രൂപ്പ് കിടക്കുന്നത്. സോ നമ്മൾ ഫിഷർ പ്രൊജക്ഷനിൽ മുകളിലുള്ള CH2OH ഹൗറോത്ത് പ്രൊജക്ഷനിൽ എവിടെ തന്നെ ഇരിക്കുന്നത്, മുകളിൽ തന്നെ ഇരിക്കുന്നത് CH2OH. ദെൻ റിമൈനിങ് ആയിട്ടുള്ള ഇവിടെയുള്ള ഈ CO ഗ്രൂപ്പ് ഇപ്പോൾ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, COH ഗ്രൂപ്പായിട്ട് മാറിയിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ ആ താഴെയുള്ളത് എന്തായിട്ട് മാറി, OH ഗ്രൂപ്പായിട്ട് മാറി. ഓക്കെ, ദെൻ നമുക്കുള്ളത് തേർഡ് കാർബൺ ആറ്റം. ഈ തേർഡ് കാർബൺ ആറ്റം ഉള്ളതാണ് ഇവിടെ ഇരിക്കുന്നത്. അതിൽ ഹൈഡ്രജനാണ് ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത്. ഓക്കെ, ഹൈഡ്രജനാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ. സോ നമുക്ക് പറയാം തേർഡ് കാർബൺ ആറ്റത്തിൽ ഹൈഡ്രജനാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. അതുകൊണ്ട് ഹൗറോത്ത് പ്രൊജക്ഷനിൽ ഹൈഡ്രജൻ ആറ്റം ഡൗൺവേർഡാണ്. ഓക്കെ, ഹൗറോത്ത് പ്രൊജക്ഷനിൽ ഹൈഡ്രജൻ ആറ്റം ഡൗൺവേർഡാണ്. ദെൻ ഫോർത്ത് കാർബൺ ആറ്റത്തിൽ നോക്കൂ, ഇവിടെ ബ്ലൂ കളർ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ബ്ലൂ ആണ്. OH ഗ്രൂപ്പാണ് റൈറ്റ് സൈഡിലുള്ളത്. ദാറ്റ് ഈസ് വൈ ഇൻ ഹൗറോത്ത് പ്രൊജക്ഷൻ ഇറ്റ് ഈസ് OH ഗ്രൂപ്പ് ഇൻ ഓൺ ഡൗൺവേർഡിലാണ് OH ഗ്രൂപ്പ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇൻ ഫിഫ്ത്ത് കാർബൺ ആറ്റം നോക്കൂ, ഇതിവിടെ ഫിഫ്ത്ത് കാർബൺ ആറ്റത്തിൽ OH ഗ്രൂപ്പ് ഓൺ ദ റൈറ്റ് സൈഡ്. OH ഗ്രൂപ്പ് എവിടെ ഇരിക്കുന്നത്, റൈറ്റ് സൈഡിലാണെങ്കിൽ കൂടിയും ഇവിടെ ഇതിപ്പം ഫിഷർ പ്രൊജക്ഷൻ ആണല്ലോ, ഇതിൻ്റെ ഹെമി അസെറ്റൽ സ്ട്രക്ചറാണ്. ഇവിടെ ഇത് കംപ്ലീറ്റ് ആയിട്ട് വരച്ചിട്ടില്ല, കാരണം ഇവിടെയുള്ള ഓരോ ഓക്സിജൻ എങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ ഇങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെ ആയിട്ട് വരച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇതിൻ്റെ കറക്റ്റ് പിക്ചർ നമ്മൾ അടുത്ത സ്ലൈഡിൽ നോക്കും. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, നമുക്ക് കറക്റ്റ് മറ്റെടുത്ത് നോക്കാം. So this is the structure of fructose. ഈ ഫ്രക്ടോസിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും D- ഫ്രക്ടോസ് എന്നാണ് കിട്ടുന്നത്. D means it is the lower side of this portion is resembles to, that is D glyceraldehyde, that is why it is called as D. Okay, then it is minus fructose. Minus means it is a levorotatory compound ആയതുകൊണ്ടാണ് ഇവിടെ D minus വന്നത്. So fructose is a levorotatory compound while glucose is a dextrorotatory compounds. Dextro means the plane of polarized light is rotated towards the റൈറ്റിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഡെക്സ്ട്രോ റൊട്ടേറ്റഡ് എന്ന് പറയും. ദ പ്ലെയിൻ ഓഫ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഈസ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ലീവോ റൊട്ടേറ്ററി എന്ന് പറയും. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇവിടെയാണ് ഹെമി അസെറ്റാൾ ഫോം ചെയ്ത സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഇവിടെയുള്ള CO ഗ്രൂപ്പും ഇവിടെയുള്ള ഫിഫ്ത്ത് കാർബണിലുള്ള OH ഗ്രൂപ്പും കമ്പൈൻ ചെയ്തിട്ട് നോക്കൂ, ഇവിടെ ഒരു ഓക്സിജൻ ലിങ്കേജ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഓക്സിജൻ ലിങ്കേജ് ആണ് പിന്നെ നമ്മൾ ഫർദർ എന്തായിട്ട് മാറ്റുന്നത്. ഇതിപ്പോൾ ഇവിടെ നമ്മൾ വരച്ചിട്ടുള്ളത് ഇതിൻ്റെ ഫിഷർ പ്രൊജക്ഷനാണ്. ഇനി ഇതിൻ്റെ ഹൗറോത്ത് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് 5 മെമ്പേർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ കിട്ടുന്നത്. ഇനി ഇവിടെ തന്നെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓക്സിജൻ 1 2 3 4 5 മെമ്പേർഡ് ആയിട്ടുള്ളൊരു റിംഗ് ആണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, സോ ഇവിടെ 5 മെമ്പേർഡ് റിങ്. ഇവിടെ നേരത്തെ നമ്മൾ ഗ്ലൂക്കോസിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്തുണ്ട്, ആൽഫ ഡി മൈനസ് ഫ്രക്ടോസ് ഫ്യൂറാനോസ് റിംഗ് ഉണ്ട്, ബീറ്റ ഡി മൈനസ് ഫ്രക്ടോസ് ഫ്യൂറാനോസ് റിംഗ് ഉണ്ട്. ഇവിടെ ആൽഫ ഡി മൈനസ് ഫ്രക്ടോസ് ഫ്യൂറാനോസ് റിംഗ് വരാൻ കാരണം ഇവിടെ OH ഗ്രൂപ്പിൻ്റെയും അതുപോലെ ന്യൂലി ഫോംഡ് OH ഗ്രൂപ്പ്, ദിസ് ഈസ് ദ ന്യൂലി ഫോംഡ് OH ഗ്രൂപ്പ്. ഓൾറെഡി ഇവിടെ എന്തായിരുന്നു, കീറ്റോ ഗ്രൂപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇത് എന്തായിട്ട് മാറി, OH ആയിട്ട് മാറി. ഈ ന്യൂലി ഫോംഡ് OH ഗ്രൂപ്പ് ടുവേർഡ്സ് ദ റൈറ്റിലാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, ആൽഫ ഡി ഫ്രക്ടോസ് ഫ്യൂറാനോസ് ഗ്രൂപ്പ് എന്ന് വിളിക്കും. ദെൻ OH ഗ്രൂപ്പ് ഈസ് പ്രസൻറ്റ് ഓൺ ദ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ബീറ്റ ഡി
ഫ്രക്ടോസ് ഫ്യൂറാനോസ് എന്ന് വിളിക്കും. ഓക്കെ, സോ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്, ആൽഫ ഡിയും ഉണ്ട്, ബീറ്റ ഡിയും ഉണ്ട്. അല്ല, ആൽഫ ഡി എപ്പോഴാണ് ഫോം ചെയ്യുന്നത്? നമ്മൾ ഹെമി കീറ്റാൾ ഫോർമേഷനിൽ കീറ്റോൺ ഗ്രൂപ്പ് എന്തായിട്ട് മാറും? OH ആയിട്ട് മാറില്ലേ? കീറ്റോൺ ഗ്രൂപ്പിലുള്ള CO ഗ്രൂപ്പ് OH ആയിട്ട് മാറും. ആ OH ആയിട്ട് മാറുന്നത് ടുവേർഡ്സ് ദ ലെഫ്റ്റ് സൈഡിലാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ആൽഫ ഡി ഫ്രക്ടോഫ്യൂറാനോസ് എന്ന് വിളിക്കും. ടുവേർഡ്സ് ദ ലെഫ്റ്റിലാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ബീറ്റ ഡി ഫ്രക്ടോഫ്യൂറാനോസ് എന്ന് വിളിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ വാട്ട് ഈസ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഫിഷർ പ്രൊജക്ഷൻ ഫോർമുലയാണ്. ഇനി ഇതിനെ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? നമ്മുടെ ഹൗറോത്ത് പ്രൊജക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ ദിസ് ഈസ് ദ ഹൗറോത്ത് പ്രൊജക്ഷൻ. സോ ഇതിൽ ഓരോന്ന് കറക്റ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആദ്യം നമുക്ക് ആൽഫ ഡി ഫ്രക്ടോഫ്യൂറാനോസ് നോക്കാം. ഇവിടെയും ആൽഫ ഡി ഫ്രക്ടോഫ്യൂറാനോസ് ആണ്. ഇതിൽ ഫസ്റ്റ് കാർബൺ ആറ്റം ഇവിടെ ഇരിക്കുന്നത്. അതായത് ആദ്യം റിങ്ങിലുള്ള കോമ്പൗണ്ട് നോക്കാം. ഫസ്റ്റ് ഓക്സിജൻ, ഇവിടെ ഓക്സിജനാണ്. ദെൻ സെക്കൻഡ് കാർബൺ, ഇതാണ് സെക്കൻഡ് കാർബൺ, റിങ്ങിലുള്ള സെക്കൻഡ് കാർബൺ ഇവിടെയുണ്ട്. ദെൻ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ദെൻ സിക്സ്ത് വൺ ഇവിടെ ഇരിക്കുന്നത്. അത് എന്താണ്? ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ കറക്റ്റായിട്ട് സൂം ചെയ്ത് നോക്കിയാൽ മതി. ഈ ഒരു മെറ്റീരിയലാണ് നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. മറ്റേത് നിങ്ങൾ നോക്കരുത്, അത് ഫുള്ള് തെറ്റാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ OH ഗ്രൂപ്പ്, ഇവിടെ OH ഗ്രൂപ്പ്, സെക്കൻഡിൽ OH ഗ്രൂപ്പ് റൈറ്റ് സൈഡിലാണ്. സോ അതുകൊണ്ട് ഇവിടെ സെക്കൻഡിൽ OH ഗ്രൂപ്പ് എവിടെയാണ്? ഡൗൺവേർഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ തേർഡിൽ ഹൈഡ്രജൻ ആണ് എവിടെ കിടക്കുന്നത്? റൈറ്റ് സൈഡിൽ കിടക്കുന്നത്. സോ തേർഡിൽ ഹൈഡ്രജൻ ഡൗൺവേർഡ് ആക്കിയിട്ടുണ്ട്. ദെൻ ഫോർത്തിൽ OH ആണ് എവിടെ ഉള്ളത്? OH ആണ് റൈറ്റിൽ കിടക്കുന്നത്. സോ ഫോർത്തിൽ OH നമ്മൾ ഡൗൺവേർഡ് ആക്കി എഴുതി. ഓക്കെ, നേരത്തെ പറഞ്ഞ അതേ റൂൾസ് തന്നെയാണ്. ദെൻ ഫോർത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഫിഫ്ത്തുമായിട്ടാണ് എന്തുള്ളത്? ഒരു ഓക്സിജൻ ലിങ്കേജ് ഉള്ളത്. ഫിഫ്ത്തുമായിട്ട് ഓക്സിജൻ ലിങ്കേജ് ഉണ്ട്. ആ ലിങ്കേജ് തന്നെയാണ് ഫിഫ്ത്തുമായിട്ട് എന്ത്? ഓക്സിജൻ ലിങ്കേജ് വരച്ചു. ദെൻ ഫിഫ്ത്തിൽ തന്നെ എന്തുണ്ട്? ഒരു COH ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? CH2OH ഗ്രൂപ്പ് ഉണ്ട് ഫിഫ്ത്തിൽ. അത് താഴെയായിട്ടാണ് ഇരിക്കുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് അപ്വേർഡ് ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. CH2OH ഗ്രൂപ്പ് അപ്വേർഡ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഫ്യൂറാനോ സ്ട്രക്ചർ കിട്ടി. ഇതിനെ വിളിക്കുന്ന പേരാണ് 5 മെമ്പേർഡ് ആയിട്ടുള്ള ഓക്സിജൻ ഉള്ള ഗ്രൂപ്പിനെ, സൈക്ലിക് റിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂറാനോ സ്ട്രക്ചർ. എന്താണ്? 5 മെമ്പേർഡ് ആയിട്ടുള്ള ഓക്സിജൻ ഉള്ള സൈക്ലിക് റിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂറാനോസ്. അപ്പോൾ ഈ ഫ്യൂറാനോ സ്ട്രക്ചറിലേക്ക് നമ്മൾ ഈ ഒരു ഫ്രക്ടോസിനെ കൺവേർട്ട് ചെയ്തിട്ട് ഹൗറോത്ത് പ്രൊജക്ഷനാക്കി വരച്ചിരിക്കുകയാണ്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് നമുക്ക് എന്തുണ്ട്? ബീറ്റ ഡി ഫ്രക്ടോസ് ഫ്യൂറാനോസ് ഉണ്ട്. അതിൽ CH2OH ഗ്രൂപ്പ് എവിടെ ഇരിക്കുന്നത്? റൈറ്റ് സൈഡിലാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നോക്കൂ, CH2OH ഗ്രൂപ്പ് എവിടെയാണ്? ഡൗൺവേർഡാണ്. ഡൗൺവേർഡ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഹൈഡ്രജനും OHും ഇവിടെ തേർഡിലുള്ള ഹൈഡ്രജനും ഫോർത്തിലുള്ള OHും റൈറ്റ് സൈഡിലാണ്. സോ അതുകൊണ്ട് നമുക്കിവിടെ എങ്ങനെ എഴുതാം? ഹൈഡ്രജനും തേർഡിലുള്ള ഹൈഡ്രജനും ഫോർത്തിലുള്ള OHും ഡൗൺവേർഡ് ആക്കിയിട്ട് എഴുതണം. ഓക്കെ, അങ്ങനെ നമുക്ക് ഇനി ലാസ്റ്റത്തെ 6th പൊസിഷനിലുള്ളത് CH2OH ആണ്. ഇവിടെ ഉള്ളത് CH2OH ആണ്. അത് നമ്മൾ എവിടെ ആക്കി എഴുതണം? അപ്വേർഡ് ആക്കിയിട്ട് എഴുതണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്വേർഡ് ആക്കിയിട്ട് എഴുതി. സോ ഇതാണ് നമ്മുടെ
ഫ്രക്ടോസിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഫ്രക്ടോസിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഫ്യൂറാനോസ് സ്ട്രക്ചറാണ് വരയ്ക്കേണ്ടത്. ഗ്ലൂക്കോസിൻ്റെ ആകുമ്പോഴാണ് എന്ത് വരയ്ക്കേണ്ടത്? പൈറാനോസ് സ്ട്രക്ചർ വരയ്ക്കേണ്ടത്.